എൻ്റെ പേര് സൂര്യ സാബു. ഞാൻ എടത്വ പാണ്ടങ്കേരിയിൽ നിന്ന് വരുവാണ്. ഞാൻ മാതാവ് തന്ന 2 അനുഗ്രഹങ്ങൾക്കായിട്ട് കോടാനുകോടി നന്ദി പറയാനായിട്ട് ഇവിടെ വന്നത്. ഒരു 4 മാസങ്ങൾക്ക് മുൻപേ എനിക്കൊരു ചെറിയ വയറുവേദന പോലെ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്നാണ്. അതിനുള്ള മെഡിസിൻ തന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഈ വയറുവേദന അങ്ങ് കൂടി. ഞാൻ ഡോക്ടറിനോട് വന്നവർ പിന്നെയും പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇതുപോലെ വയറുവേദന കൂടുതലാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് അപ്പോൾ ആ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിത് ഗ്യാസിൻ്റെ പ്രശ്നം തന്നെയാണ്, സമയത്ത് ആഹാരമൊക്കെ കഴിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതേ വായിത്തുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതിനു മുന്നേ സിസ്റ്റ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, സിസ്റ്റ് ഒന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി ഗ്യാസിൻ്റെ മരുന്നൊന്നും കഴിക്കണ്ട, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. അന്നേരം ഒരു 5 മണി സമയമായപ്പോഴത്തേക്കും ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇല്ലായിരുന്നു. എൻ്റെ അനിയത്തി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവളുമായിട്ട് പെട്ടെന്ന് തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ലത ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ നിസ്സാരമായിട്ടാണ് എന്നോട് പറഞ്ഞത്, അത് വെറും സിസ്റ്റാണ്, ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ എനിക്കൊരു ഭയമായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, ഇതുപോലെ തന്നെ ഒരു വയ്യാഴി വന്നാണ്. ഞാൻ ഡോക്ടറിനോട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, തൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്കൊരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഡോക്ടർ വിളിച്ച് ഞാൻ ഡോക്ടറിനെ വന്ന് കണ്ടു. എനിക്കൊരു ടെസ്റ്റ് ചെയ്തു, അത് മൈക്രോലാബിൽ കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത് പോസിറ്റീവായിരുന്നു. അത് ഒരു അണുക്കൾ അതിനകത്തുണ്ടായിരുന്നു, ഒരു ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കോൾപോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഈ കോൾപോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിരുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് മുറുകെ പ്രാർത്ഥിച്ച്, എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ടായിരുന്നു കോൾപോസ്കോപ്പി ചെയ്യാനായിട്ട്. ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, ഞാനൊരു ആൻറ്റിജനാണ് ആ സിസ്റ്റേ തേക്കുന്നത്, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, ആ സിസ്റ്റിൽ അത് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയും, എന്നിട്ട് നമുക്ക് ബയോപ്സിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സിസ്റ്റ് അപ്പം ആൻറ്റിജൻ ഇങ്ങനെ വരട്ടി കുറച്ച് ഭാഗമായപ്പോഴത്തേക്കും രണ്ട് സിസ്റ്റേ കയറി ആൻറ്റിജൻ അത് പിടിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ഇത് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് ബയോപ്സിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അത് കട്ട് ചെയ്തു. ഞങ്ങൾ മൈക്രോലാബിൽ കൊണ്ട് അത് ബയോപ്സിക്ക് കൊടുത്ത് 10 ദിവസം കഴിഞ്ഞേ ബയോപ്സിയുടെ റിസൾട്ട് വരത്തുള്ളൂ. 10ാമത്തെ ദിവസം ഞങ്ങൾ പോയി റിസൾട്ട് വാങ്ങിച്ചപ്പം ലാബിൽ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇത് പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞു, ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ആ റിസൾട്ട് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞ് ഞാൻ ആ റിസൾട്ട് അയച്ചു കൊടുത്തു. അന്നേരം തന്നെ ഒരു ഡോക്ടറിന് പുള്ളി അത് കൊടുത്തു. തിരിച്ച് എന്നെ വിളിച്ചിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ. അന്ന് എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ പിറ്റേ ദിവസം ഞാനെന്നാ മോളോട് പറഞ്ഞു നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലെ അത് ആദ്യം തന്നെ പറയുമോ, പക്ഷേ മാതാവാണ് എനിക്കെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. മുത്തു പൊഴിയുന്നത് പോലെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ ആ ബയോപ്സി റിസൾട്ടുമായിട്ട് ഞാൻ പള്ളിയിലേക്ക് പോകുന്ന ആ സമയത്ത് തന്നെ ഞാൻ കാണിച്ച ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു സൂര്യയല്ലേ എത്രയും പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. ഡോക്ടർ വരെ നിസ്സാരമായി കണ്ട ഒരു സംഭവമായിരുന്നത്. ഒന്നുമില്ലെന്ന് പറഞ്ഞ ഒരു കാര്യം ഡോക്ടർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുക ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വാ, ഞാനിന്ന് OP-യിലില്ല, പക്ഷേ എങ്കിൽ ഞാൻ ലേബർ റൂമിലുണ്ട്, ഒന്ന് വന്ന് കാണാൻ പറയുവാണ്. ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ പള്ളിയിൽ പോയില്ല, ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നത് തനിക്ക് സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒരു ആരംഭം ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്തൊരു ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയും പറയുന്നുണ്ട്. യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഡോക്ടർ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യണ്ട, താൻ യങ് ആണ്, അതിനെക്കുറിച്ചൊന്നും ചെയ്യണ്ട. പക്ഷേ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ അതിനുള്ളൊരു ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ നമ്പർ 1 ആയ ലളിതാംബിക ഡോക്ടർ പരിമല ഹോസ്പിറ്റലിൽ ഇരിപ്പുണ്ടെന്ന് പോകാൻ പറഞ്ഞു. ഞാൻ ഒന്നും നോക്കിയില്ല. അന്ന് തന്നെ ലളിതാംബിക ഡോക്ടറിന് OP എടുത്ത് അവിടെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടറിനെ കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു ഓങ്കോളജിസ്റ്റിനെ പോയി കാണിച്ച് ഈ സിസ്റ്റിൻ്റെ എന്താണെന്നറിയാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതങ്ങനെ ഒന്നും പേടിക്കാനില്ല, ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി, പക്ഷേ ആ ഭാഗം കഴിഞ്ഞു പോയെന്നാണ്. അപ്പോൾ പിന്നെ ഞാൻ ലളിതാംബിക ഡോക്ടറിനെ തന്നെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അത്രയും ഭാഗം നമുക്ക് ഇത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് ഇത്രയും ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയാം എന്ന് പറഞ്ഞു. അതിന് എനിക്ക് ഡേറ്റ് തന്നതാണ്.
29-ാം തീയതി എനിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം 29-ാം തീയതി എനിക്ക് ഡേറ്റ് തന്ന് ഡോക്ടർ പറഞ്ഞു 27-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ആവുന്ന രീതിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് എന്നും രാവിലെ ആണേലും വൈകിട്ടാണേലും ഊണിലും ഉറക്കത്തിലും എല്ലാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. കാരണം നമുക്ക് സഹായിക്കാൻ ആരുമില്ല, ഇങ്ങനൊരു രോഗം വന്നാൽ എൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളായിരുന്നു. മോൾക്ക് 15 വയസ്സേ ഉള്ളൂ, മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമ്മളെ സഹായിക്കാനോ ആരുമില്ലല്ലോ. ഇങ്ങനെ രോഗം വന്നാൽ മക്കളുടെ ഭാവി എന്തുവാന്നൊക്കെ ചിന്തിച്ചു. ഞാൻ 27-ാം തീയതി എൻ്റെ ഒരു കൂട്ടുകാരിയും കൂട്ടി ടെസ്റ്റിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അന്നേരം മാതാവിൻ്റെ ഒരു കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാനതേ വിളിച്ച് ഇവിടെ നിത്യാരാധന ഡെയിലി ഞാൻ വിളിക്കുമായിരുന്നു, വിളിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ ഇവിടെ ഒരു തിങ്കളാഴ്ച ഇവിടെ വന്ന് ഇതുപോലെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. നിത്യാരാധന ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു സിസ്റ്റർ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ സിസ്റ്ററിനോട് അപ്പോൾ എൻ്റെ മനസ്സിലങ്ങ് പറയുക, ഞാൻ മാതാവിനെ കാണുന്ന പോലെ ആ സിസ്റ്ററിനെ ഞാൻ കാണുക. അപ്പോൾ ഞാൻ ആ സിസ്റ്ററിനെ ഇങ്ങനെ വിളിച്ച് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നിത്യാരാധനയിൽ ഞാൻ ആ സിസ്റ്ററിനെ വിളിച്ച് വരുത്തി. അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു, ഞാൻ ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. അപ്പം സിസ്റ്ററിനെ എന്നെ പരിചയപ്പെട്ടു. സിസ്റ്ററിൻ്റെ പേര് ഇവിടുത്തെ തന്നെയാണ്, സിസ്റ്റർ ഫിലോമിന. ആ സിസ്റ്ററിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിനക്ക് ഹൈന്ദവ കുടുംബത്തിലെ ആയതുകൊണ്ട് പ്രാർത്ഥനകളൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, യേശുവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ ശരീരത്തെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തന്നുള്ളൂ. ഞാനത് എപ്പോഴും ഞാൻ ചൊല്ലുമായിരുന്നു ആ ഒരു പ്രാർത്ഥന. പിന്നെ പള്ളികളിലും എല്ലാം ഞാൻ കൂടുതലും പോയി പ്രാർത്ഥിച്ചു. സിസ്റ്ററിനെ ഞാൻ എന്നും വിളിക്കും, നിത്യാരാധനെ വിളിക്കും, പ്രാർത്ഥിക്കും. 27-ാം തീയതി ഞാൻ അഡ്മിറ്റ് ആകാനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുവാണ്. അപ്പോൾ അതിന് മുന്നേ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ ഇല്ല, ലേബർ റൂമില്ല, 3 മണിക്കേ തരത്തുള്ളൂ. എൻ്റെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാൻ ഡോക്ടറിനെ കാണാൻ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്ന് ഞാൻ ഈ റിസൾട്ട് എല്ലാം കാണിച്ചപ്പം ഞാൻ ആകെപ്പാടെ ഭയന്ന്. ഈ ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് ഞെട്ടലായിരുന്നു. ഡോക്ടറിനെ കണ്ട് ഡോക്ടർ ഈ റിസൾട്ട് എന്നെ കാണിച്ചിട്ട് എന്നോട് പറയുക, തനിക്ക് ഒരു കുഴപ്പമില്ല, താൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് അതെല്ലാം അങ്ങ് മാറ്റിവിട്ട് എൻ്റെ മാതാവ് പിന്നെ അത്രയും വലിയൊരു രോഗത്തിൽ നിന്ന് എൻ്റെ മാതാവ് എന്നെ കരകയറ്റി. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, താനത് ചെയ്യണ്ട, പിന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതിയെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ വലിയൊരു രോഗം എന്നിൽ നിന്ന് മാറിക്കിട്ടി. ഞാൻ ദൈവത്തിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ ഫിലോമിന, സിസ്റ്ററിനെ മുന്നേ വെച്ച് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, സിസ്റ്ററിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഏറ്റവും വലിയൊരു നന്ദി അത്. പിന്നെ രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർ നമ്മളെ ചതിക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളൊരു കുടുംബശ്രീയിൽ ഒരു ചേച്ചി എന്നെ ചതിച്ച് എൻ്റെ പേരിലൊരു ഞാൻ പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അവർ കേസ് കൊടുത്തു. SC ആണെന്നും പറഞ്ഞ് ഞാൻ അവരെ എങ്ങനെ വിളിച്ചെന്നും പറഞ്ഞ് ഞാനതും മാതാവിനോട് തന്നെ അപേക്ഷ വെച്ചു. എന്നെ ഒത്തിരി പേരത് സഹായിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വിധിയൊക്കെ വന്ന് എനിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വന്നത്. അതിനും എൻ്റെ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകൂടി നന്ദി. 2010 മുതൽ ഈ ദൈവികമായ അന്തരീക്ഷത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദു മതവിശ്വാസിയായ സൂര്യ സാബു നമ്മോട് സാക്ഷ്യം പറയുകയുണ്ടായി. അവളുടെ ഏതെല്ലാം പ്രയാസങ്ങൾ വരുമ്പോഴും ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛനോട് സംസാരിക്കുകയും ഇവിടെ നിരന്തരം നിത്യാരാധനയിലേക്ക് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുകയുണ്ട്. എന്തായാലും പരിശുദ്ധ അമ്മ അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് പ്രതിവിധി പൂർണ്ണമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. നമുക്ക് സൂര്യക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവകുമാരനെ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.